ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ അധ്യായമായ കേരള, ദ ലാൻഡ്, ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ, കേരളം, മണ്ണും മഴയും മനുഷ്യനും എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ 2-3 ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്തിടണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കേരളത്തിലെ ജീവിതക്രമത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ആദ്യം തന്നെ സാറ് പറഞ്ഞത്, അല്ലേ? കൃഷിയിൽ നിന്നൊക്കെ ഒരുപാട് മാറി നമ്മുടെ ജീവിതത്തിൽ കൃഷിക്കൊന്നും വലിയ പ്രാധാന്യമില്ലാതെ ആയി മാറി, അല്ലേ? അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കേരളീയരുടെ ജീവിതത്തിൽ വന്നത് എന്നാണ് തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരുന്നതാണ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. പാടത്തും പറമ്പിലുമൊക്കെ അധ്വാനിച്ചിരുന്നവരായിരുന്നു നമ്മുടെ പഴയ തലമുറ. നൂതന തൊഴിൽ മേഖലകൾ വന്നതോടെ പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു. കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലകളിൽ നിന്ന് ലഭിക്കുമെന്നതിനാൽ കൃഷി മെല്ലെ ഉപേക്ഷിക്കപ്പെട്ടു. പൊതുവെ കായിക അധ്വാനം കൂടുതൽ വേണ്ട കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്നും മലയാളി പതുക്കെ പിന്മാറാൻ തുടങ്ങി. ഇത് ജീവിത രീതിയിലും ആരോഗ്യ സുരക്ഷയിലും അനവധി മാറ്റങ്ങൾക്കിടയാക്കി. അപ്പം പണ്ടത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അവർ പാടത്തും പറമ്പിലുമൊക്കെ കൃഷി ചെയ്തിരുന്നവരായിരുന്നു, അല്ലെങ്കിൽ അധ്വാനിച്ചിരുന്നവരായിരുന്നു, അല്ലേ? പുതിയ പുതിയ തൊഴിൽ മേഖലകൾ വന്നതോടെ, അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള വ്യവസായങ്ങൾ, ബിസിനസ്സുകളൊക്കെ വന്നതോടുകൂടി കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു. പിന്നെ മറ്റൊരു കാരണം എന്തായിരുന്നു? കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലകളിൽ നിന്ന് ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ആരും കൃഷി ചെയ്യാൻ തയ്യാറാവാതായി, അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു കാരണമായിരുന്നു കായിക അധ്വാനം, അല്ലെങ്കിൽ ശാരീരിക അധ്വാനം കൂടുതൽ വേണ്ട ഒരു ജോലിയാണ് കൃഷി. എല്ലാവർക്കും ഓഫീസ് ജോലികൾ, അല്ലേ? ഓഫീസ് ജോലികളോടായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോൾ എല്ലാവരും കൃഷി എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്നും മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഇത് നമ്മുടെ ആരോഗ്യത്തിലും ജീവിത രീതിയിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ. അവർ എൽഡർ ജനറേഷൻസ് വർക്ക്ഡ് ഹാർഡ് ഇൻ ഫാംസ് ആൻഡ് ഫീൽഡ്സ്. അതായത് നമ്മുടെ പഴയ തലമുറ, എൽഡർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പഴയ തലമുറകൾ പാടത്തും പറമ്പിലും പണി ചെയ്തിരുന്നവരായിരുന്നു. ആസ് ന്യൂ എംപ്ലോയ്മെൻറ്റ് അറീനാസ് ഡെവലപ്ഡ്, ദ ന്യൂ ജനറേഷൻസ് അഫിനിറ്റി ടുവാർഡ്സ് അഗ്രികൾച്ചർ ഡിക്ലൈൻഡ്. പുതിയ പുതിയ തൊഴിൽ മേഖലകൾ വന്നതോടെ പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു. ആസ് ദി സെക്ടേഴ്സ് ഓഫേർഡ് ബെറ്റർ റിട്ടേൺസ്, അഗ്രികൾച്ചർ ഗോട്ട് നെഗ്ലക്റ്റഡ്. ഇത്തരം മേഖലകളിൽ നിന്നും നല്ല വരുമാനം ലഭിക്കുമെന്ന് മനസ്സിലായതോടെ കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്ത് ചെയ്തു? അവഗണിക്കപ്പെട്ടു. കേരളൈറ്റ് സ്ലോലി ഷിഫ്റ്റഡ് ഫ്രം അഗ്രികൾച്ചർ വിച്ച് ജനറലി ഡിമാൻഡ്സ് മോർ ഫിസിക്കൽ എക്സേർഷൻ. കൂടുതൽ കായികാധ്വാനം ആവശ്യമായ കൃഷിയിൽ നിന്നും കേരളീയർ മാറാനായിട്ട് തുടങ്ങി. ദിസ് കോസ്റ്റ് മെനി ചേഞ്ചസ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ. ഇതെന്തിന് കാരണമാക്കി? ആൾക്കാരുടെ ഹെൽത്ത് കെയറിലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലുമൊക്കെ ചേഞ്ചസ് വരാൻ കാരണമായി. ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ലഭിച്ച ചില അസുഖങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളൊരു 10 പേരോട് സംസാരിച്ചാൽ, അല്ലേ, അവരിൽ ഒരു 8 പേർക്കെങ്കിലും ഈ അസുഖങ്ങളിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആയിട്ട് ഉണ്ടാകും. ഒരു പ്രായം കഴിഞ്ഞാൽ കേരളീയരിൽ, മലയാളികളിൽ പൊതുവേ കാണപ്പെടുന്ന ചില അസുഖങ്ങളാണിവ. ഏതൊക്കെയാണ്? രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം. ഇവയ്ക്ക് മുഖ്യ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ അറിയപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങൾ എന്നാണ്. ഓക്കെ, ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ ആർ said to be the chief cause of many new generation diseases such as hypertension, heart disease and diabetes. These are collectively known as lifestyle diseases. അപ്പോൾ എന്തൊക്കെ അസുഖങ്ങളാണ്? ഹൈപ്പർ ടെൻഷൻ, അല്ലേ, അതല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം, ഹാർട്ട് ഡിസീസസ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നുകൂടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അസുഖങ്ങളെന്ന്. രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് ആൻഡ് ഡയബറ്റീസ്. ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റവും ചിട്ടയില്ലാതെയുള്ള ജീവിതചര്യകളുമാണ് ഈ രോഗങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയാണ്, കാർഷിക സംസ്കാരത്തിൽ നിന്നും മാറിയ മലയാളിയുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പട്ടികപ്പെടുത്താം. ലിസ്റ്റ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്വേർഡ് ഇൻ ദ ലൈഫ് സ്റ്റൈൽ ഓഫ് കേരളൈറ്റ്സ് ഹു ഷിഫ്റ്റഡ് ഫ്രം ദ അഗ്രോ ബേസ്ഡ്
കൾച്ചർ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ അതിൽ വരണം എന്നാണ് പറഞ്ഞത്. വിളകൾ ആവുന്നത്ര കൃഷി ചെയ്തുൽപ്പാദിപ്പിക്കുന്നതിന് പകരം എല്ലാം പണം കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു മാറ്റം. പ്രകൃതി സൗഹൃദപരം അല്ലാത്ത വികസനമാണ് ഉള്ളത്. അശാസ്ത്രീയമായ ഭൂവിനിയോഗം, ജീവിതശൈലി രോഗങ്ങളായ പുതുതലമുറ രോഗങ്ങൾ, അതായത് രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവയും കുറഞ്ഞ ആയുർദൈർഘ്യവും. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്. എല്ലാ സാധനങ്ങളും പണം കൊടുത്ത് വാങ്ങാൻ തുടങ്ങി അല്ലേ. പച്ചക്കറികളാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും പണം കൊടുത്ത് വാങ്ങാനായിട്ട് തുടങ്ങി. പ്രകൃതിക്ക് ദോഷകരമായ ചില വികസന പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ കൊച്ചിയിൽ അല്ലേ ഫ്ലാറ്റ് പൊളിച്ച് നീക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അത് പൊളിച്ചു മാറ്റിയത്? അതായത് കായലിന് ദോഷകരമായ രീതിയിൽ അല്ലെങ്കിൽ കായലിൽ നിന്നും വേണ്ടത്ര അകലം പാലിക്കാതെ പണിത ഫ്ലാറ്റുകളായിരുന്നു അവ അല്ലേ. അതുകൊണ്ടാണ് അവ പൊളിച്ചു മാറ്റാൻ. അപ്പോൾ അതുപോലെ നമ്മുടെ പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള ചില വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. പിന്നെയോ അശാസ്ത്രീയമായ ഭൂവിനിയോഗം, അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത് ചില ഭാഗങ്ങൾ താമസിക്കാൻ വേണ്ടി, ചില ഭാഗങ്ങൾ കൃഷിക്ക് വേണ്ടി, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ മണ്ണിടിച്ചിൽ വീട് തകർന്നു, അല്ലെങ്കിൽ മഴ കൂടുതലായിട്ട് പെയ്തപ്പം വീടുകളിൽ വെള്ളം കയറി, പുഴയിൽ നിന്നും വെള്ളം കയറി, അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കൃഷിക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട ഭൂമി അതിന് മാറ്റി വെക്കാതെ നമ്മൾ അവിടെ കയറി താമസിക്കാനും വീട് വെക്കാനൊക്കെ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും അല്ലേ. അപ്പോൾ ശാസ്ത്രീയമല്ലാതെ ഭൂമി വിനിയോഗിക്കുക, അതാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ ഇതെല്ലാം മൂലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ മൂലം നമുക്ക് ചില അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. പിന്നെ ജലവിഭവങ്ങളുടെ ചൂഷണം, അത് നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിൽ വന്നൊരു മാറ്റമാണതല്ലേ. അതായത് ജലവിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ജലം ആയി ബന്ധപ്പെട്ട, അതായത് ജലം കിട്ടുന്ന സ്രോതസ്സുകൾ എന്തൊക്കെയാണോ അവയെ ചൂഷണം ചെയ്യുക പല രീതിയിൽ. ഇപ്പോൾ പുഴകളാണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ മാലിന്യങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു അല്ലേ. കുളം പോലെയുള്ള സംഭവങ്ങളൊക്കെ മണ്ണിട്ട് മൂടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയിൽ വന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്നവയാണ്. ഇനി ഇംഗ്ലീഷിൽ എന്താ പറയുക? സ്റ്റാർട്ടഡ് ടു ബൈ എവറി പ്രോഡക്ട്സ് റാദർ ദാൻ ഡു ഫാമിംഗ്. എല്ലാ സാധനങ്ങളും വാങ്ങാനായിട്ട് തുടങ്ങി ഫാമിംഗ് ചെയ്യുന്നതിന് പകരം. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഹാംഫുൾ ടു ദ എൻവയോൺമെൻറ്റ്, പ്രകൃതിക്ക് ദോഷകരമായ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി. അൺസയൻറ്റിഫിക് ലാൻഡ് യൂസ്, ശാസ്ത്രീയപരമല്ലാത്ത ഭൂവിനിയോഗം. ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്, ജലവിഭവങ്ങളുടെ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളുടെ ചൂഷണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അത് എഴുതി പൂർത്തിയാക്കുക. ഇനി നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. അതിപ്പോൾ ഗ്രാമങ്ങളിലാണെങ്കിലും നഗരങ്ങളിലാണെങ്കിലും ഒരുപോലെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഗ്രാമീണ ജീവിതത്തിൽ നിന്നും നഗര കേന്ദ്രീകൃതമായ ജീവിത രീതിയിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ഗ്രാമങ്ങളിൽ പോലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, നഗരങ്ങളിൽ നമുക്കറിയാം സ്ഥലമില്ലാത്തത് കൊണ്ടാണെന്ന് പറയാം അല്ലേ. പക്ഷേ ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ശരിയായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ പ്ലാസ്റ്റിക്കുകളും അതുപോലെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ വേസ്റ്റുകളൊക്കെ വെറുതെ കൊണ്ടുവന്ന് തള്ളുകയാണ് അല്ലേ. അത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കത്തിച്ച് കളയുക എന്നുള്ളതാണ്. ഒരിക്കലും പ്ലാസ്റ്റിക് കത്തിക്കാനായിട്ട് പാടില്ല അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ വളരെയേറെ പിന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ഒരു ജീവിത രീതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കാനും പച്ചക്കറി തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കാനുമുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ ആവില്ല. മാലിന്യം ദുർഗന്ധം വമിക്കാതെ സംസ്കരിക്കാൻ ഇന്ന് നിരവധി മാർഗങ്ങൾ പ്രചാരത്തിലുണ്ട്. വീട്ടിലെ മാലിന്യങ്ങളിൽ അഴുകിപ്പൊടിയുന്നവ ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില കൃഷിക്കാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് മണ്ണിര കമ്പോസ്റ്റ് അല്ലേ. അതായത് മണ്ണിരകളെ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വരുന്ന വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്കുകളല്ലാത്ത സാധാരണ വേസ്റ്റുകൾ, ഈ ജൈവ വേസ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ജൈവവളം നിർമ്മിക്കാം, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കാം. അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ബയോഗ്യാസ് നിർമ്മിക്കാം. ഈ ബയോഗ്യാസ് ഉപയോഗിച്ച് നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റും, പാചകം ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് വായിക്കാം നമുക്കിനി. ഇറ്റ് ഈസ് ഹൈ ടൈം വി പ്രിപ്പയർഡ് ആൻഡ് എക്സിക്യൂട്ടഡ് plans to transform the biodegradable waste generated at home into organic manure. This can be used in our vegetable garden and farm. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ വരുന്ന ജൈവമായിട്ടുള്ള വേസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജൈവവളങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കും അല്ലേ. ഇത് നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിലും ഫാംസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ടുഡേ there are many ways to treat waste without the stench. The biodegradable waste generated at home can be used for making vermicompost. അതായത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം, മണ്ണിര കമ്പോസ്റ്റ് അഥവാ വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. കൺസൾട്ട് വിത്ത് ദ നിയർ ബൈ കൃഷിഭവൻ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷിഭവനുമായിട്ട് കൺസൾട്ട് ചെയ്ത് ചെയ്യാനാണ് പറയുന്നത്. മേക്കിംഗ് ബയോഗ്യാസ് ഫ്രം ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഈസ് അനദർ മെത്തേഡ്. ദ ഗവൺമെൻറ് പ്രൊവൈഡ് സബ്സിഡി ഫോർ കൺസ്ട്രക്റ്റിംഗ് ബയോഗ്യാസ് പ്ലാന്റ്സ്. പിന്നെ മറ്റൊരു മെത്തേഡ് എന്താണ്, ബയോഡിഗ്രേഡബിൾ വേസ്റ്റിനെ നമുക്ക് എന്താക്കി മാറ്റാം, ബയോഗ്യാസ് ആക്കി മാറ്റാം. അതിനുവേണ്ടി ഗവൺമെൻറ് സബ്സിഡിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ചില പുതിയ കൃഷിരീതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ചില നൂതന കൃഷിരീതികൾ എന്നാണ് പറഞ്ഞത്. ഹരിതഗൃഹ കൃഷിയാണ് ഫസ്റ്റ് വൺ. ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയും. അതായത് കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വെസ്റ്റേൺ കൺട്രീസ്, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ തണുപ്പുള്ള രാജ്യങ്ങളുണ്ടല്ലേ, അവിടെ അവർ തണുപ്പുള്ള സമയത്ത് ഇതുപോലെ എന്താ പറയുക ഗ്രീൻ ഹൗസ് ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ സാധനങ്ങൾ ക്രോപ്സൊക്കെ നശിച്ചു പോകാതെ സൂക്ഷിക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു കൃഷിരീതിയാണ് ഹരിതഗൃഹ കൃഷി എന്ന് പറയുന്നത്. അടുത്തത് കൃത്യതാ കൃഷി അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ്. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണിത്. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യതാ കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. അതായത് ഏത് പ്രദേശമാണ്, ഓരോ പ്രദേശത്തെയും മണ്ണിനും അതുപോലെ തന്നെ അവിടെ കൃഷി ചെയ്യുന്ന വിള ഏതാണോ ആ വിളയ്ക്കും അനുയോജ്യമായ പരിചരണം കൊടുക്കുക. അപ്പോൾ വെള്ളമാണെങ്കിലും വളമാണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു കൃഷിരീതിയാണ് കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പച്ചക്കറി കൃഷിയാണെങ്കിൽ അവയ്ക്ക് ആവശ്യമായ നീർവാർച്ച, അതായത് വെള്ളം പോകുന്ന, അതുപോലെ തന്നെ സൂര്യപ്രകാശം, ഇതൊക്കെ ലഭിക്കുന്ന ഏത് സ്ഥലവും നമുക്ക് കൃത്യതാ കൃഷിക്ക് പ്രയോജനപ്പെടുത്താമെന്നാണ് പറയുന്നത്. അടുത്തതാണ് ഫെർട്ടിഗേഷൻ. ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാനായിട്ട് കഴിയും. അതായത് വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക, അതാണ് ഫെർട്ടിഗേഷൻ. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങളാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെടി അവ വേഗത്തിൽ വലിച്ചെടുക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ. Modern agricultural techniques. Greenhouse farming. In severely cold regions, crops are grown in glass-roofed rooms in order to protect them. This method is known as greenhouse farming. നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ എന്താ ചെയ്യുന്നത്, ഗ്ലാസ് റൂഫ് വരുന്ന ഗ്ലാസ് മേൽക്കൂര വരുന്ന റൂമുകൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് അവിടെയാണ് കൃഷി ചെയ്യുന്നത്. ഈ മെത്തേഡിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അടുത്തത് പ്രിസിഷൻ ഫാമിംഗ്. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ഗിവിംഗ് അഡിക്വേറ്റ് കെയർ for each crop and soil type precisely at different stages. Any region having ample sunlight and well drained soil is suitable for precision farming. അതായത് ആവശ്യമായ ആ ഒരു ഭാഗത്തെ മണ്ണിനും അവിടുത്തെ വിളവിനും ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കുക, അതിനെയാണ് നമ്മൾ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫെർട്ടിഗേഷൻ. ഫെർട്ടിഗേഷൻ ഈസ് ദ method of giving water and manure drop by drop. As the chemical fertilizers used are completely soluble in water, the plants can fast absorb them. അപ്പോൾ ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളവും വളവും ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി സൊലുബിൾ ആണ് വാട്ടറിൽ, അതുകൊണ്ട് തന്നെ ചെടികൾക്ക് അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പരാതിയാണ് കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നുള്ള എല്ലാവരും പറയുന്ന പരാതിയാണ് അല്ലേ. ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്ഥലമില്ല എന്നുള്ള ഒരു പരാതി. കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷേ മണ്ണില്ല. നഗരവാസികളുടെ സ്ഥിരം പരാതികളിൽ ഒന്നാണിത്. ഹൈഡ്രോപോണിക്സ് അതിനൊരു പരിഹാരമാണ്. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണ് ഇവിടെ. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ
ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറി തോട്ടമുണ്ടാക്കാൻ സഹായകമാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. അപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷിരീതി നടപ്പാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലും ഒക്കെ മുകളിലേക്ക് പടരുന്നതിനാൽ സ്ഥലക്കുറവ് പ്രശ്നമാകില്ല. അപ്പം ആദ്യത്തെ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഹൈഡ്രോപോണിക്സിൽ സസ്യത്തിന് ആവശ്യമായ ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കുക, മണ്ണല്ല വെള്ളമാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, തൊണ്ട് ചരൽ, തൊണ്ടെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ചകിരി എന്നൊക്കെ പറയില്ലേ തേങ്ങയുടെ, അതാണ് തൊണ്ട്. അത് ചരൽ തുടങ്ങിയ വസ്തുക്കളൊക്കെ വെച്ചിട്ട് വളർത്തുക. അതാണ് ഒരു മെത്തേഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ചെടികളൊക്കെ അങ്ങനെ വളർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ മറ്റൊരു മെത്തേഡാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനായിട്ട് മുളയില്ലേ, മുളയിലോ അല്ലെങ്കിൽ കമ്പുകളിലൊക്കെ വല കെട്ടിയിട്ട് അതിൽ കൃഷി ചെയ്യുന്ന ഒരു രീതി, അതാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്, വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. ഓക്കെ. I would like to cultivate but no land. This is one of the frequent complaints among urban dwellers. Hydroponics is a solution. Here the required nutrients are dissolved in water and given to the plants. Husk, gravel, etc. can be given for the spread of roots. അപ്പോൾ അർബൻ ഡ്വല്ലേഴ്സ്, നഗരവാസികളുടെ ഒരു പ്രധാന പരാതിയാണ് അവർക്ക് ലാൻഡ് ഇല്ല എന്നുള്ള. അതിനുള്ളൊരു പരിഹാരമാണ് ഹൈഡ്രോപോണിക്സ്. നമ്മൾ പറഞ്ഞു അല്ലേ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ഈസ് ഹെൽപ്ഫുൾ ഫോർ പീപ്പിൾ വിത്ത് വെരി ലിറ്റിൽ സ്പേസ് അവൈലബിൾ. In this method, low-cost nets are vertically tied to poles or bamboo. As the pulses and bitter gourd grow vertically, space won't be a problem. അപ്പം മുളയിലോ അല്ലെ കമ്പുകളിലൊക്കെ നെറ്റ് കെട്ടിയിട്ട് മുകളിലേക്ക് വളർത്തുക, പടർത്താതെ വളർത്തുക. അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകളും സർക്കാർ തലത്തിലുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അല്ലെങ്കിൽ VFPCK അത്തരത്തിലുള്ള ഒരു സംരംഭമാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സംരംഭമാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് പറയുന്നത്. ഓക്കെ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കീമാണത്. ഓക്കെ. അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെ പറയാം നമുക്ക്? ദി ഗവൺമെൻറ് ഹാസ് ഡിസൈൻഡ് വാരിയസ് പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ടു റീക്ലെയിം കേരളാസ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള ഈസ് വൺ സച്ച് എൻഡേവർ. ഓക്കെ. അപ്പം മനസ്സിലായല്ലോ, അത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂണിനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മറ്റൊരു സ്ഥാപനമാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ മിഷൻ്റെ ലക്ഷ്യമാണ്. കൃഷി വകുപ്പും കുടുംബശ്രീ മിഷനും മറ്റും നിരവധി ഏജൻസികളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ തേനീച്ച വളർത്തലും ഈ ഹോർട്ടികൾച്ചർ മിഷൻ്റെ ഒരു ലക്ഷ്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷി വകുപ്പ്, കുടുംബശ്രീ മിഷൻ, അങ്ങനെ പല ഏജൻസികളും ഇത്തരത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. ദ സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ function with the aim of promoting the cultivation of different varieties of fruits, vegetables, spice crops, mushroom and medicinal plants. Promotion of beekeeping is also an aim of this mission. ഇപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് വെറൈറ്റീസ്, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ സ്പൈസ്, പിന്നെ മഷ്റൂം, മെഡിസിനൽ പ്ലാന്റ്സ്, ഇവയുടെയൊക്കെ കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഹോർട്ടികൾച്ചർ. അതുപോലെ തന്നെ ബീ കീപ്പിംഗ്, അതായത് തേനീച്ച വളർത്തൽ. ദ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, കുടുംബശ്രീ മിഷൻ ആൻഡ് സെവറൽ അതർ ഏജൻസീസ് ഹെൽപ്പ് ദ ഗവൺമെൻറ് ഇൻ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചർ. മറ്റു പല ഏജൻസികളും ഗവൺമെൻറ്റിനെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ട്. ഏത് കാര്യത്തിലാണ്? കൃഷി പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി നിങ്ങളുടെ ആക്ടിവിറ്റിയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നിവയിലെ വൈവിധ്യം കാർഷിക വൈവിധ്യത്തെ സ്വാധീനിക്കുന്നുണ്ടോ? ഉദാഹരണ സഹിതം വിശദമാക്കുക. ഇപ്പം നമ്മൾ പഠിച്ചു അല്ലേ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എങ്ങനെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം, അതുപോലെ കേരളത്തിലെ കാലാവസ്ഥ, മണ്ണിനങ്ങൾ, ഇതൊക്കെ നമ്മുടെ കാർഷിക വൈവിധ്യത്തെ, എന്താണ് കാർഷിക വൈവിധ്യം എന്ന് പറഞ്ഞാൽ? പലതരത്തിലുള്ള വിളകളാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്നത് അല്ലേ? ഇതിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉദാഹരണ സഹിതം വിശദമാക്കുക.
കേരളത്തിലെ കാലാവസ്ഥയും മണ്ണും ഭൂപ്രകൃതിയും എല്ലാം കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും വിളവൈവിധ്യം ഇവിടെ നിലനിൽക്കുന്നത്. കേരളത്തിലെ വിവിധ ഭൂപ്രകൃതികളിൽ വ്യത്യസ്തമായ കൃഷികളാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെല്ല്, തെങ്ങ് എന്നിവയാണ്. എന്നാൽ ഇടനാട്ടിൽ റബ്ബറാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലാറ്ററൈറ്റ് മണ്ണ് വിവിധ തരം കൃഷികൾക്ക് വളരെ അനുയോജ്യമാണ്. നമ്മുടെ കാലാവസ്ഥ കൃഷിയെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ്. ധാരാളം മഴ ലഭിക്കുന്ന കേരളത്തിൽ വ്യത്യസ്ത വിളകളുടെ സാധ്യതയും കൂടുതലാണ്. ഓക്കെ, ഇങ്ങനെ അത് എഴുതി പൂർത്തിയാക്കുക. Do the diversities in Kerala, physiography, climate and soil types influences its agricultural diversity. Explain with a suitable example. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് എഴുതാൻ നോക്കാം. The climate, soil types and physiology of Kerala is suitable for agriculture. This is the main reason for our crop diversity. Different parts of Kerala have different crops. For example, the main crops of lowland are paddy and coconut, but the major crop in midland is rubber. Also, laterite soil, the major soil type in Kerala, is best for different crops. Kerala's climate is another major factor which affect the farming of different crops. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മലയാളത്തിൽ എഴുതിയ ഉത്തരത്തിൻ്റെ ഇംഗ്ലീഷ് തന്നെയാണ് ഇത്. അപ്പോൾ ഞാൻ ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അടുത്ത ആക്ടിവിറ്റി, ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായി ഓരോ വ്യക്തിയും കർമ്മനിരതരാകേണ്ടതുണ്ട്. വിദ്യാർത്ഥി എന്ന നിലയിൽ എന്തൊക്കെ ക്രിയാത്മക നടപടികളാണ് ഇതിനായി നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുക? എന്തൊക്കെയാണ് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? എല്ലാ വീട്ടിലും കൃഷി ചെയ്യുക. ഭക്ഷ്യവിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക. കൃഷിയിടങ്ങൾ താമസയോഗ്യമാക്കുന്നത് തടയുക. ഭക്ഷ്യവിളകൾക്ക് മതിയായ വരുമാനം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. കർഷകർക്ക് ആവശ്യമായ ധനസഹായം നൽകുക. Each one has to work for self-sufficiency in food. As a student, what measures can you suggest for this? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? Each and every family do farming. Promote the farming of food crops. Prevent the use of farmlands for other purposes. Ensure the income for food crops. Provide financial assistance for farmers. Okay. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും പൂർത്തിയാക്കുക. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസോ അതിൻ്റെ ആൻസേഴ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ ചെയ്യാം. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങളെല്ലാവർക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.